ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോഹയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പോഹ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് നല്ല അവലാണ്. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവലാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞ് ചെറുതായിട്ട് നുറുക്കി നമ്മളൊരു ബൗളിലേക്ക് ആക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ പാന്, അതായത് പോഹ ഉണ്ടാക്കാനുള്ള പാന് അല്ലെങ്കിൽ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 50 ഗ്രാം കപ്പലണ്ടി ഇട്ട് കരിവേപ്പില, അത് മൂന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് തൂക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം എന്തൊക്കെയുണ്ട്? കപ്പലണ്ടി, കറിവേപ്പില, ജീരകം, ഇതെല്ലാം കൂടെ വഴറ്റിയതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അവലെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന്. ഉപ്പ് ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ ആരും ഇടാതിരിക്കരുത്. ഇനി വേണ്ടത് നമ്മൾ മല്ലിയില, കുറച്ചേറെ മല്ലിയില ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പോഹ കറക്റ്റ് ആയിട്ട് തീർന്നു. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ടച്ചാണേ. ഫിനിഷിംഗ് ടച്ച് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഒരു പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുക. 1/2 നാരങ്ങയുടെ നീര് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീർന്നു, പോഹ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബൈ.